കടലിലും കരയിലും ആകാശത്തും ഒരേപോലെ പിടിമുറുക്കുകയാണ് ഇറാൻ. നിലം തൊടാനാവാതെ ആകാശത്ത് വെച്ച് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിനൂതന വിമാനങ്ങളെ ഇറാൻ പുകപടലമാക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രായേലിന്റെ F-16 യുദ്ധവിമാനത്തെയും അമേരിക്കയുടെ $100 മില്യൺ വിലമതിക്കുന്ന F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെയും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രഹരിച്ചുവെന്ന് ഔദ്യോഗികമായി ഇറാൻ അറിയിച്ചു. മാർച്ച് 21-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ കൃത്യം 3:45-ഓടെയാണ് ഇസ്രായേലിന്റെ F-16 വിമാനത്തിന് നേരെ ആക്രമണം നടന്നത്. മധ്യ ഇറാന്റെ ആകാശപരിധിയിലൂടെ പറക്കുകയായിരുന്ന ഈ വിമാനത്തെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടയുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ മൂന്നാമത്തെ ശത്രു യുദ്ധവിമാനമാണ് തകർത്തിരിക്കുന്നത്. ഹൈദരാബാദിലെ ഇറാൻ കോൺസുലേറ്റ് ഇത് സംബന്ധിച്ച ഒരു വീഡിയോ ദൃശ്യവും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇസ്രായേലിന്റെ വിമാനത്തിൽ ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പതിക്കുന്നത് കാണാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF പ്രതികരണവുമായി രംഗത്തെത്തി. തങ്ങളുടെ F-16 വിമാനത്തിന് നേരെ ഇറാന്റെ ഉപരിതല മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ വിമാനത്തിന് തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അവരുടെ വിശദീകരണം. വിമാനത്തിലെ ക്രൂ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്നും ആക്രമണത്തിന് ശേഷവും നിശ്ചയിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി വിമാനം മടങ്ങിയെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. തങ്ങളുടെ വിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ മുൻപും നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ അവയെല്ലാം പരാജയപ്പെടുത്താറുണ്ടെന്നുമാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിവരം. ഇസ്രായേൽ വിമാനത്തിന് നേരെ ആക്രമണം നടക്കുന്നതിന് മുൻപ് മാർച്ച് 19-ന് വ്യാഴാഴ്ച പുലർച്ചെ അമേരിക്കയുടെ F-35 വിമാനത്തെയും തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഇറാൻ വെളിപ്പെടുത്തിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനങ്ങളിലൊന്നാണ് അമേരിക്കയുടെ F-35. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന ഈ സ്റ്റെൽത്ത് വിമാനത്തെ ഇറാന്റെ ഹീറ്റ് സെൻസിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ വിമാനത്തിന് മധ്യപൂർവേഷ്യയിൽ എവിടെയോ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നതായും വിവരമുണ്ട്. ഇറാന്റെ മണ്ണിൽ ദൗത്യം നിർവഹിക്കുന്നതിനിടെ വിമാനത്തിന് ആക്രമണം നേരിട്ടതായും എന്നാൽ പൈലറ്റ് സുരക്ഷിതനാണെന്നും അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് ഈ വാർത്തയോട് പ്രതികരിച്ചിരുന്നു. റഡാറുകളെ വെട്ടിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ F-35 വിമാനങ്ങളെ ഇറാൻ എങ്ങനെ കണ്ടെത്തി എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വിമാനങ്ങളിൽ നിന്നുള്ള ചൂട് തിരിച്ചറിയുന്ന പ്രത്യേക സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഈ വിമാനങ്ങളെ തിരിച്ചറിഞ്ഞത്. ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും 200-ലധികം ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഇതുവരെ തങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇറാന്റെ ആകാശപരിധിയിൽ അതിക്രമിച്ചു കയറുന്ന ഏത് വിദേശ വിമാനത്തെയും തടയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് പ്രകാരം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ മൂന്നാമത്തെ ശത്രു യുദ്ധവിമാനമായ F-16 മാർച്ച് 21-ന് പുലർച്ചെ 3:45-ന് ഇറാന്റെ മധ്യമേഖലയിൽ വെച്ച് IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാൽ തകർക്കപ്പെട്ടു. ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് ഇറാൻ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഇസ്രായേൽ വിമാനം തകർന്നു എന്ന വാർത്ത തെറ്റാണെന്നും വിമാനം സുരക്ഷിതമാണെന്നുമാണ് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് പറയുന്നത്. അമേരിക്കയുടെ F-35 വിമാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വിമാനത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് ഇറാന്റെ പക്ഷം. ഇസ്രായേലിന്റെ F-16 വിമാനങ്ങൾ ലോകത്തെ മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇറാന്റെ IRGC തങ്ങളുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് സാധ്യമാക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ അത് വലിയൊരു സൈനിക മുന്നേറ്റമായി കരുതേണ്ടി വരും. തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക വിമാനങ്ങൾ പോലും ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ സുരക്ഷിതമല്ലെന്ന് അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എത്രയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും 10 മടങ്ങിൽ തിരിച്ചടിക്കുന്ന ഇറാനെ പ്രതിരോധിക്കാൻ കയ്യിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന തിരിച്ചറിവിലാണ് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാമെന്ന് ട്രംപും ഇസ്രായേലും ആവർത്തിക്കുന്നത്.